അപ്പന്മാർ പ്രഭാത സവാരിക്കിടെ. ശാന്തസുന്ദരമായ അന്തരീക്ഷം. അതെ, പക്ഷികളുടെ താളനിബന്ധമായ സംഗീതം. അണ്ണേ, എവിടെ നിന്ന് പഠിച്ചു ഈ സാഹിത്യ പദാവലികൾ? അതൊക്കെ ഈ പ്രകൃതി സൗന്ദര്യം കാണുമ്പോൾ അറിയാതെ നിർഗളിക്കുന്നതല്ലേ മച്ചു? ഇനി താഴോട്ട് നോക്കി രണ്ടു വാക്ക് പറഞ്ഞാട്ടെ. ഈ വാരിക്കുഴി നോക്കി എന്തു പറയാനാ മച്ചു? വാഹനങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ഇന്ന് ഹർത്താലാണോ? ഹർത്താലായാലും ഇല്ലെങ്കിലും ഈ പാതാള വഴിയിലൂടെ വാഹനങ്ങളൊന്നും വരില്ല. പറഞ്ഞു തീർന്നതും ദേ മച്ചു, ഒരു വാൻ വരുന്നു. വാനിന് സ്പീഡ് ഇത്തിരി കൂടുതലാണല്ലോ അണ്ണേ. മാറിക്കോ അണ്ണേ. വാൻ അതിവേഗം ചീറിപ്പാഞ്ഞു പോയി. അയ്യോ ചെളി! ഇതിനിപ്പോൾ നാം ആരെ പഴിക്കും? വാനിനെയോ റോഡിനെയോ? ആരെയും പഴിക്കേണ്ട മച്ചു. ഇതുവഴി നടന്ന നമ്മളെ പറഞ്ഞാൽ മതി. എന്തായാലും നനഞ്ഞു. ഒന്ന് കുളിച്ചു കയറിയാലോ? മനസ്സിലായില്ല. ഐ മീൻ, റോഡിലെ കുഴികളടച്ച് ഒരു സാമൂഹിക പ്രവർത്തനം. അത് കൊള്ളാം. വീട്ടിൽ പോയി തൂമ്പയും കൊട്ടയുമായി വരാം. യെസ്, കമോൺ. തത്സമയം വണ്ടിയിൽ. ഇനി അതുവഴി തന്നെ തിരിച്ചു പോണോ? അല്ലാതെ വേറെന്ത് വഴി? വരുമ്പോൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. അപ്പന്മാർ നന്നായി ചെളിയിൽ കുളിച്ചിട്ടുണ്ട്. അവന്മാരവിടെ നമ്മെ കാത്തിരിപ്പുണ്ടാവുമോ? പിടിക്കപ്പെട്ടാൽ പെട്ടത് തന്നെ. ലഹരിക്കടത്ത് ജാമ്യമില്ലാ കേസാണ്. എന്തായാലും വണ്ടി പറത്തി വിട്ടോ. ഈ സമയം അപ്പന്മാർ തൂമ്പയും കൊട്ടയുമായി റോഡിലെത്തി. ദാ അവിടെ നിന്ന് മണ്ണെടുക്കാം. ശരി, എന്നാൽ നമുക്ക് തുടങ്ങാം. ദേ അണ്ണേ, ആ വാൻ തിരിച്ചു വരുന്നു. മച്ചു മാറിക്കോ. സ്പീഡപ്പ്, കത്തിച്ചു വിട്. യെസ് ബോസ്. എങ്ങോട്ടാണ് ഈ മരണപ്പാച്ചിൽ? അടുത്ത നിമിഷം, ബോസ് കുഴി! വാൻ പെട്ടെന്ന് മറിഞ്ഞു വീണു. അമ്മേ, നമ്മളെ എയറിൽ പോണേ. മച്ചു കമോൺ, സംഗതി സീരിയസ് ആണെന്ന് തോന്നുന്നു. അപകട സ്ഥലത്ത് അപ്പന്മാർ എത്തുന്നു. അമ്പടാ, ചെന്നായിയും ചിങ്കിടിയുമല്ലേ ഇത്? യെസ്, ഇത് സീരിയസ് തന്നെ. അടുത്ത നിമിഷം ഏമാന്മാർ അവിടെ പാഞ്ഞെത്തി. ഹാഹാ, ലഹരിക്കടത്താണല്ലോ പുതിയ ബിസിനസ്. ഇനി കുറച്ചു കാലം ജയിലിൽ കഴിയാം. റോഡിലെ കുഴികൾ കൊണ്ട് ഇങ്ങനെയും ചില ഉപകാരങ്ങളുണ്ട്. ഇത് വല്ലാത്തൊരു സാമൂഹിക പ്രവർത്തനം തന്നെ. കൺഗ്രാറ്റ്സ് അപ്പന്മാരെ. ലഹരിക്കടത്ത് സംഘത്തെ തൊണ്ടി സഹിതം പിടിച്ചല്ല. ദാറ്റ് ഈസ് അവർ സോഷ്യൽ വർക്ക്.